ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ഞാൻ എന്താണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതെന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. കാരണമുണ്ട്. ഇന്ന് ഞങ്ങളെ കമ്പനിയിലെ കരേക്കാടുള്ള ബാവുട്ടി എന്ന റഹീമിൻ്റെ ചിലവായിരുന്നു. അവന് ലൈസൻസ് കിട്ടിയ വകയിൽ എല്ലാവർക്കും KFCയും പെപ്സിയും ബെന്നും കേക്ക് പിന്നെ അതിൻ്റെ അനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു സൽക്കാരമായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ പീസുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിൽ ഒരല്പം പിന്നോട്ട് പോയി. അത് കാരണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ KFC അടിച്ചപ്പോൾ ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. അങ്ങനെ മൊബൈലെടുത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്നും കുറേ വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്നും ഉറങ്ങാൻ എനിക്ക് സാധിച്ചില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, രാത്രിയിൽ അല്പം നടന്നാൽ ഒരുപക്ഷെ ശരീരം കുറച്ച് ക്ഷീണിച്ചാൽ ഉറങ്ങാൻ കഴിഞ്ഞേക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഭക്ഷണപ്രിയനായതുകൊണ്ട് തന്നെ തൽക്കാലം ഫുഡൊന്നും വേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഒരു ചായ കുടിച്ചേക്കാം എന്ന് കരുതി അവിടെ ചെന്ന് ഒരു ഫ്രഷ് മിൽക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെയുള്ള പയ്യൻ എന്നോട് പറഞ്ഞു, ഫ്രഷ് മിൽക്ക് അവൈലബിൾ ഇല്ല, നിങ്ങൾക്ക് ലിപ്റ്റനോ സുലൈമാനിയോ അല്ലെങ്കിൽ കടക്റ്റിയോ ഇങ്ങനെ 3 ഐറ്റംസ് ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ലിപ്റ്റൺ ഓർഡർ ചെയ്തു. പക്ഷേ തന്നത് കടക്കായി. ഏതായാലും മധുരം കമ്മിയാക്കി ഒരു ലിപ്റ്റൺ കുടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഞ്ചാരം തുടർന്നു. സഞ്ചാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പറയാൻ ഞാൻ മറന്നുപോയി. അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉറക്കം കിട്ടാത്ത സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇതുപോലെ ഇറങ്ങി നടക്കുക. ഈ കാറുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഞാനിപ്പോൾ നടത്തം തുടങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകാൻ നേരത്താണ് ഈ ഒരു ഐഡിയ തോന്നിയത്, ഇതൊന്ന് വീഡിയോയിൽ പകർത്തിയേക്കാമെന്ന്. അങ്ങനെ വീണ്ടും തിരിച്ചു. റൂം ദേ അവിടെ കാണുന്നിടത്താണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ റൂം. ആ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് ഉള്ളിലാണ് ഞങ്ങളുടെ സ്റ്റാഫിൽ പകുതിയിലേറെ പേർ കിടന്നുറങ്ങുന്നത്. കുറച്ച് പേര് ഇത് അവിടെ അങ്ങ് അകലേതുള്ള ആ ബിൽഡിങ്ങിലാണ് ഓഫീസ് സ്റ്റാഫെല്ലാം റെസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, എത്ര വലിയ വലിയ വണ്ടികളാണ്. ഈ നേരത്തും ഡ്യൂട്ടി കഴിഞ്ഞ് ഓരോരുത്തർ വണ്ടി സീഡാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമയം 3 മണിയോടുകൂടി അടുക്കാൻ നേരത്ത് ഇനി എനിക്ക് രാവിലെ 8:30 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അതാലോചിക്കുമ്പോൾ പോയി കിടന്ന് ഉറങ്ങാനും തോന്നുന്നുണ്ട്. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വന്നില്ലെങ്കിൽ അതൊരു തരം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി നടക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്ന സമയത്ത് നേരെ പോയി കിടന്നുറങ്ങിയാൽ അത് നല്ലൊരു സംഭവമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നല്ല ഉറക്കം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സഞ്ചാരി 9379.